ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് പുൽക്കൂടിനുള്ളൊരു വീട് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീടാണേ. നല്ല ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാം കത്തിച്ച് കളഞ്ഞ. അപ്പോൾ ഉള്ള ബോക്സ് ഞാനങ്ങ് എടുത്ത്. അപ്പോൾ ആ ബോക്സിൻ്റെ ആ അറ്റത്ത് രണ്ട് സൈഡിലും കുറച്ചും കൂടി ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ, എന്നാലേ മേൽക്കൂര കറക്റ്റായിട്ട് വരത്തോളേ. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം ത്രികോണ ഷേപ്പിൽ വീടിൻ്റെ ഷേപ്പിലങ്ങ് വെട്ടിക്കൊടുക്കണേ. എന്നിട്ട് ബാക്കി രണ്ട് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് രണ്ടും ഇപ്പുറത്തങ്ങ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. ത്രികോണ ഷേപ്പിലാണ് വെട്ടിക്കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മുറിച്ചെടുക്കാവേ. അപ്പോൾ ഈ ബോക്സിൻ്റെ ആ മൂലയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കണേ. കാര്യം അത് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്കെയിലും പെൻസിലും വെച്ച് അളന്ന് വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ സ്കെയിലും പെൻസിലൊന്നും ഇല്ല, മോൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടേ, അതുകൊണ്ട് തപ്പാനൊന്നും നിന്നില്ല. എൻ്റെ ഒരു അളവിനനുസരിച്ച് ഞാനൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടേ. ബോക്സ് ഏത് വലിപ്പത്തിലുള്ളതും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സൈസിലുള്ളതേ ഉള്ളായിരുന്നേ, ബാക്കിയെല്ലാം കത്തിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കിനി ചെറുതും കൂടിയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെറുതിലും നമുക്ക് ഈ സെയിം തന്നെ ചെയ്യാവേ. പിന്നെ അതിനൊക്കെ നല്ല വലിയ ബോക്സിലും ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു കറുത്തൊരു പുൽക്കൂടിന് വെക്കാനായിട്ട് നമുക്ക് വലിയ വാതിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കച്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്തെടുക്കാവേ. പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം തിനയൊക്കെ ഇട്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ കിളിച്ചൊന്ന് വരണം. അത് 2-3 ദിവസം എടുക്കും, എന്നിട്ട് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇത് പുൽക്കൂട് സെറ്റ് ചെയ്യുന്നതിൻ്റെ അന്നെടുത്ത വീഡിയോ ആണേ. അന്നാണ് ഇത് ഞാൻ ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ ക്രിസ്മസ് ആട്ടോ. അപ്പം ആദ്യത്തെ വർഷം ഞാൻ ഇതേണക്ക് വീടുണ്ടാക്കിയായിരുന്നു. അപ്പം 2 ചെറിയ വീടുകളാണ് ഉണ്ടാക്കിയത്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലവും ഉപയോഗിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂടിൻ്റെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ആ ഷോർട്സ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം പുൽക്കൂടിൽ നമ്മൾ വീടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ആ ചിലവില്ലാണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ആദ്യമേ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പേസ് ബോർഡ് പെട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലൂ ആയാലും നമുക്കൊരു 10-ൻ്റെയോ 20-ൻ്റെയോ ഒരു ഗ്ലൂ മേടിക്കാൻ കിട്ടും, അത്രയേ ഉള്ളേ. 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു വീടിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ആ 2 ഭാഗം ടേപ്പ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ ഭാഗം വന്നിട്ടുണ്ടായിരുന്നേ, അതങ്ങ് വെട്ടിക്കളയുവാണ് ഞാൻ. അപ്പോൾ നമുക്ക് അടിയിൽ ബോക്സ് പൊത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അവിടെ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ മോളിൽ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം, വൃത്തിയോട് വരത്തില്ല. നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് വേറെ ഒന്ന് ഒട്ടിക്കുവേ, അതുകൊണ്ട് പിന്നെ അവിടെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മേൽക്കൂരയുടെ ആ ഭാഗം എല്ലാം നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വെക്കണേ. അപ്പം ഫെവിക്കോൾ കുറച്ച് ഒട്ടാൻ പാടാണ്, എന്നാലും കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒട്ടുവേ. ഇപ്പോൾ ചെറുതായിട്ട് വീടിൻ്റെ ഒരു ഷേപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഡോർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡോർ ഇട്ട് കൊടുക്കാൻ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുവാണേ. പെൻസിലും സ്കെയിലും ഒന്നും കാണുന്നില്ല, അപ്പം ഞാൻ തന്നെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ വരച്ചിട്ട് ഡോർ ഉണ്ടാക്കിയേ. ഇനി നമുക്ക് മേൽക്കൂര സെറ്റ് ചെയ്യാവേ. മേൽക്കൂരയ്ക്ക് വേണ്ടി ഇതിനകത്തൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ആ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഷീറ്റിൻ്റെ രീതിക്കൊരു ആ പേപ്പറിൻ്റെ മോഡൽ അങ്ങനെയാണ്. അപ്പം അത് കിട്ടുമേ. അപ്പോൾ അത് ഇച്ചിരി പാടാണ് ഇളക്കാൻ. പിന്നെ ഇത് പുതിയൊരു പേസ് ബോർഡ് ആയതുകൊണ്ട് ഇച്ചിരി വരാൻ പാടായിരുന്നു. ഇച്ചിരി നല്ല പഴയതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തൊലിച്ചാൽ വരുവേ. ഇത് കുറച്ച് പാടായിരുന്നു. പിന്നെ എന്നാലും ഞാൻ ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഇനി ഒട്ടിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതിന് പകരം നമുക്ക് ഓലയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവേ. അപ്പം ഞാൻ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഓല കിട്ടിയില്ലായിരുന്നു. ഇപ്പം ഇതിൽ പെയിൻ്റ് അടിച്ചാൽ വേറൊരു ഭംഗി വരും കേട്ടോ. അപ്പം ഞാൻ പെയിൻ്റ് അടിക്കുന്നില്ല, ഒരു ആ നാച്ചുറൽ ലുക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി പെയിൻ്റ് അടിക്കുന്നതിന് പകരം ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത് ഇത് എനിക്ക് കുറച്ച് ഉണങ്ങിയ ഓല എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് 2-3 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓലയിൽ നിന്ന് നമ്മൾ 2 ഇറുക്കിൽ മാറ്റിയിട്ട് ബാക്കി ഭാഗം വെട്ടി അങ്ങ് എടുക്കണം കേട്ടോ, കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാവേ. എൻ്റെ കയ്യിൽ ഓല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആ ബാക്കി 2 സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടുത്തേനും ഒരു നല്ല പെർഫെക്റ്റ് ലുക്കൊക്കെ കിട്ടും. ഞാൻ ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വീതി കുറച്ച് കൂടുവാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അപ്പോൾ ഇത് കണക്ക് ബാക്കിയെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. ഈ ഓല ഞാൻ ചവറ് കത്തിക്കുന്നതിൻ്റെ അവിടെ പോയി എടുത്തതാണ്, അതുകൊണ്ട് കുറച്ച് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചുളുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഒട്ടാൻ പാടായിരുന്നു. പിന്നെ കളറും കുറച്ച് ഡാർക്കായി പോയായിരുന്നേ. എന്നാലും കുഴപ്പമില്ല, ഒരു സാധാ പഴയ വീടിൻ്റെയൊക്കെ ഒരു പുതുമ കിട്ടുവേ. ഫുൾ ഒട്ടിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു വേറെ ലുക്കായിരിക്കുവേ കാണാനായിട്ട്. അങ്ങനെ ഫ്രണ്ട് ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേക്കും ബായ്.